ഹലോ, പേപ്പർ പാറ്റേൺ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഒരു നെക്കിൻ്റെ പാറ്റേൺ എങ്ങനെ റെഡിയാക്കി വെക്കാം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു നെക്കിൻ്റെ പാറ്റേൺ റെഡിയാക്കി വെച്ചിരുന്നാൽ എളുപ്പം തന്നെ സമയം അധികം എടുക്കാതെ തന്നെ ഒരു നെക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റും. 6 ഇഞ്ച് വിഡ്ത്തും 6 ഇഞ്ച് ലെങ്ത്തുമുള്ള ഒരു പാറ്റേൺ ആണ് ഞാൻ ഇന്നിവിടെ റെഡിയാക്കുന്നത്. 6 ഇഞ്ച് വിഡ്ത്തിന് വേണ്ടി 3 ഇഞ്ച് നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തി. താഴത്തേക്ക് 6.25 ഇഞ്ച് ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇടണം. നമുക്കിനി 1 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്താം. 3 ഇഞ്ചിന് ശേഷം 4 ഇഞ്ചിനും കൂടി രേഖപ്പെടുത്തുക. താഴത്തേക്കും 1 ഇഞ്ച് കൂട്ടുക. അതിനുശേഷം രണ്ടും തമ്മിൽ യോജിപ്പിക്കുക. ഇതേപോലെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കാതെ തന്നെ നെക്ക് റെഡിയാക്കാൻ സാധിക്കും. താഴത്തും സൈഡിലും ഓരോ ഇഞ്ച് വീതമാണ് ഇപ്പോൾ വരക്കുന്നത്. ഇനി നമുക്ക് ഒരു നോച്ച് ആ മൂലയിൽ തന്നെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ തുണിയിലും ആ നോച്ച് രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് എളുപ്പം അതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ആ നോച്ചിട്ടത്. ഇനി നമുക്ക് ഷേപ്പ് കൊടുക്കാം. യൂനക്കാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. ഷേപ്പ് കൊടുത്ത് വേണമെങ്കിൽ ഇതിൽ തന്നെ ബാക്കും നമുക്ക് റെഡിയാക്കാം. ബാക്കിന് വേണ്ടി 3 2.5 3 എടുക്കാം. 1 ഇഞ്ച് എക്സ്ട്രയും എടുക്കാം. വേറെ പീസിൽ വേണമെങ്കിൽ അങ്ങനെ റെഡിയാക്കാം. ഇതിൽ വേണമെങ്കിൽ ഇതിലും വരച്ചു വെക്കാം. ബാക്കാണ് ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വരച്ച ലൈനിൽ കൂടി തന്നെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. കാരണം നമുക്കിത് ഒരുപാട് ഡ്രസ്സുകളിൽ വെക്കാൻ സൂക്ഷിക്കാവുന്നതാണ്. വേണമെങ്കിൽ ഇതിൽ നമ്മൾ എടുത്ത അളവൊന്ന് അടയാളപ്പെടുത്തി വെച്ചിരുന്നാൽ നമ്മൾ എടുക്കുമ്പോൾ അളന്ന് നോക്കേണ്ടതില്ല. അതിൽ നോക്കിയാൽ മതി 3 ഇഞ്ചാണെന്നോ 6 ഇഞ്ചാണെന്നോ അങ്ങനെ എഴുതി വെക്കുക. ഞാനിപ്പോൾ എഴുതി വെച്ചത് 6 ഇഞ്ച് വിഡ്ത്തെന്നും 6 ഇഞ്ച് ലെങ്ത്തെന്നുമാണ്. ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. ഫുള്ള് കട്ട് ചെയ്യേണ്ടതില്ല. മുകളിലെത്തുമ്പോൾ നിർത്തുക. അതിനുശേഷം ഉള്ളിലത്തെ ഭാഗത്തിൽ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പേപ്പറിലോട്ടോ ക്യാൻവാസിലോട്ടോ തുണിയിലോട്ടോ വരക്കുന്ന സമയത്ത് പേന കടത്തിവിടാൻ വേണ്ടിയാണ് അങ്ങനെ വരക്കുന്നത്. അടിയിലത്തെ അളവാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഷേപ്പ് ചെയ്ത അളവല്ല നമ്മൾ എടുക്കുന്നത്. അടിയിലത്തെ അളവാണ് നമ്മുടെ കറക്റ്റ് അളവ്. പേന ഇറക്കുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. പേനയോ പെൻസിലോ അതിൻ്റെ ഉള്ളിൽ വെച്ച് വരക്കാം. അടിയിലത്തെ അളവാണെന്നുള്ള കാര്യം മറക്കരുത്. മുകളിൽ ഒരു ചെറിയ നോച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കാണ് ചെയ്യുന്നത്. അതിൽ തന്നെ ബാക്ക് വരച്ചെങ്കിലും ബാക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ഫ്രണ്ട് പീസ് പോലെ തന്നെ ബാക്ക് പീസും റെഡിയാക്കി വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പം ഉപയോഗിക്കാം. ഞാൻ ചുരിദാർ ചെയ്യുമ്പോൾ ബാക്ക് പീസും ക്യാൻവാസ് വെച്ച് തന്നെയാണ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ ബാക്ക് പീസും റെഡിയാക്കി വെക്കാറുള്ളത്. വേണമെങ്കിൽ തുണിയിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ബാക്ക് അടിച്ചെടുക്കാവുന്നതാണ്. ചിലവർ പൈപ്പിങ് ചെയ്യും. ഏതായാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ബാക്കും ക്യാൻവാസിൽ തന്നെ വെട്ടി അതിൽ അറ്റാച്ച് ചെയ്യാറാണ് ചെയ്യാറ്. 2.5 ഇഞ്ചോ 3 ഇഞ്ചോ ബാക്കിലെടുക്കാം. ഫ്രണ്ട് വിഡ്ത്ത് തന്നെ ആയിരിക്കണം ബാക്കിലെടുക്കേണ്ടത്. ലെങ്ത്താണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കേണ്ടത്.
വിഡ്ത്ത് ഫ്രണ്ടിലെടുത്ത അതേ വിഡ്ത്ത് തന്നെ 3 ഇഞ്ച് തന്നെയാണ് ബാക്കിലും ഞാൻ എടുത്തേക്കുന്നത്. ബാക്കും നമ്മൾ റെഡിയാക്കി. ഇത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമ്മൾക്ക് ഓരോ നമ്മുടെ സ്വന്തം അളവിൻ്റെ ആണെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അഥവാ നമ്മൾ അധികം തയ്ക്കുന്ന നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ആരുടെയെങ്കിലുമൊക്കെ നമ്മളെപ്പോഴും തയ്ക്കുന്നത് ആണെങ്കിൽ അവർക്കും സെയിം അളവ് തന്നെ ആയിരിക്കുമല്ലോ നെക്കിൻ്റെ അളവ്. നെക്കിൻ്റെ മോഡൽ വ്യത്യാസം വരുത്തിയാൽ മതി. വേറെ മോഡൽ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തു വെക്കാം. അതെങ്ങനെയാണ് ഒരു തുണിയിലോ ഒരു ക്യാൻവാസിലോ അറ്റാച്ച് ചെയ്യുക എന്നത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം. ഒരു നോച്ചിട്ട് കൊടുക്കണേന് കറക്റ്റ് അളവിൽ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ എളുപ്പമാകും. മൂലയിലും ഒരു നോച്ചിട്ട് കൊടുക്കും. തുണിയിലും നമ്മൾ ഇതേപോലെ നോച്ചിട്ട് കൊടുത്തിട്ട് വേണം ഒപ്പം വെക്കാൻ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ പാറ്റേൺ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ക്യാൻവാസിൽ അറ്റാച്ച് ചെയ്യുക എന്നതും തുണിയിലോട്ട് ചെയ്യുക എന്നതും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ മറുപടി തരുന്നതായിരിക്കും. പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.